ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തീപിടുത്തം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകൾ കത്തിനശിച്ചു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ വർഷത്തെ എക്സലൻസി അവാർഡും പുനലൂർ താലൂക്ക് ആശുപത്രിക്ക്. അംഗീകാരം താലൂക്ക് ആശുപത്രിയെ തേടിയെത്തുന്നത് തുടർച്ചയായി 4ാം തവണ. പുനലൂർ മാർക്കറ്റിൽ പുറമെ നിന്നുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി നഗരസഭ. മാലിന്യ നിക്ഷേപകർക്ക് നിയമ നടപടിയും പിഴയും നേരിടേണ്ടി വരും. വാർത്തകൾ വിശദമായി. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തീപിടുത്തം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകൾ കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ശനിയാഴ്ച രാവിലെ 7:30 സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലിക്കായി എത്തിയവരാണ് ഓഫീസിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത്. തുടർന്ന് സമീപവാസികളെയും സ്കൂൾ അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. ഓഫീസ് റൂമിലുണ്ടായിരുന്ന അലമാരകൾ പൂർണ്ണമായും കത്തിനശിച്ചു. അലമാരകളിൽ ഏതൊക്കെ ഫയലുകളാണ് സൂക്ഷിച്ചിരുന്നതെന്ന് കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയപാതയിൽ ആര്യങ്കാവിൽ നിർത്തിയിട്ടിരുന്ന ബസിന് മുകളിലേക്ക് മരം വീണു. അപകടത്തിൽ തമിഴ്നാട് സ്വദേശിയായ യാത്രക്കാരന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് ദേശീയപാതയിൽ ആര്യങ്കാവ് പാലരുവി ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന ബസിന് മുകളിലേക്ക് മരം വീണത്. കൊല്ലത്തു നിന്നും തെങ്കാശിയിലേക്ക് പോയ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസിന് മുകളിലാണ് മരം വീണത്. അപകടത്തിൽ തമിഴ്നാട് സ്വദേശി മുത്തുസ്വാമിക്ക് പരിക്കേറ്റു. മരത്തിന്റെ ചില്ല ഇയാളുടെ കാലിലേക്ക് കുത്തിക്കയറുകയായിരുന്നു. പരിക്കേറ്റ മുത്തുസ്വാമിയെ തെങ്കാശി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തേക്ക് പ്ലാന്റേഷനിലെ മരമാണ് വീണത്. യാത്രക്കാർക്കും ജീവനക്കാർക്കും ഭക്ഷണം കഴിക്കുന്നതിനായി ബസ് നിർത്തിയിട്ടിരുന്നപ്പോഴായിരുന്നു അപകടം. യാത്രക്കാരിൽ കൂടുതൽ ആളുകളും ഈ സമയം പുറത്തായിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ലൈവ് വാർത്ത, ആര്യങ്കാവ്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2017-2018 വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം. 18 കോടി രൂപയുടെ വാർഷിക പദ്ധതിക്കാണ് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകിയിരിക്കുന്നത്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 18 കോടി രൂപയുടെ വാർഷിക പദ്ധതിക്കാണ് ജില്ലാ ആസൂത്രണ സമിതിയിൽ അംഗീകാരം ലഭിച്ചത്. രവീന്ദ്രൻ മാസ്റ്റർ സ്മാരകം, ബദിരമുഖ വിദ്യാലയം എന്നിവ വാർഷിക പദ്ധതിയിൽ ഇടം പിടിച്ചു. ഉൽപാദനത്തിന് 1 കോടിയിൽ പരം രൂപയും സേവന മേഖലയിൽ 1,86,00,000 രൂപയും പശ്ചാത്തല വിഭാഗത്തിൽ 1,39,00,000 രൂപയും പട്ടികജാതി ക്ഷേമത്തിനായി 1,60,00,000 രൂപയും പട്ടികവർഗ വികസനത്തിനായി 55 ലക്ഷം രൂപയും മെയിന്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ 1,76,00,000 രൂപയും പദ്ധതിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് അംഗനവാടി വഴി ഉച്ചഭക്ഷണം, എല്ലാ LP സ്കൂൾ കുട്ടികൾക്കും പ്രഭാത ഭക്ഷണം, കിടപ്പ് രോഗികളുടെ പരിപാലനം, ഭവന നിർമ്മാണ മേഖലയിൽ 3 കോടി രൂപയുടെ പദ്ധതി എന്നിവയ്ക്കും വാർഷിക പദ്ധതിയിൽ അംഗീകാരം ലഭിച്ചു. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ, വിദ്യാഭ്യാസ സഹായം എന്നീ പദ്ധതികൾക്കും അംഗീകാരം ലഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. നളിനിയമ്മ പറഞ്ഞു. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ വർഷത്തെ എക്സലൻസി അവാർഡും പുനലൂർ താലൂക്ക് ആശുപത്രിയെ തേടിയെത്തി. തുടർച്ചയായി 4ാം തവണയാണ് ഈ പുരസ്കാരം പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് ലഭിക്കുന്നത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ വർഷത്തെ എക്സലൻസി അവാർഡും പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചു. ആശുപത്രിയിലെ വൃത്തിയും ഭൌതിക സാഹചര്യങ്ങളും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ബോധവൽക്കരണ പദ്ധതികളും പ്രകൃതി സംരക്ഷണ സംവിധാനങ്ങളും പരിശോധിച്ചാണ് മികവിൽ മികച്ചത് എന്ന നിലയിൽ എക്സലൻസ് അവാർഡ് പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ അവാർഡ് കരസ്ഥമാക്കിയ ഏക സർക്കാർ ആശുപത്രിയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. തുടർച്ചയായി 4ാം വർഷവും ഇത്തരത്തിൽ മികവിൽ മികച്ചതായി തെരഞ്ഞെടുത്തതും ഒരു ചരിത്രമായി. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കുക എന്നത് മാത്രമല്ല, അവയെല്ലാം നിലനിർത്തുകയും മറ്റ് സ്ഥാപനങ്ങൾക്ക് മാതൃകയായ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ജൂൺ 8-ന് തിരുവനന്തപുരത്ത് എനർജി മാനേജ്മെന്റ് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും നഗരസഭാ ചെയർമാൻ M.A. രാജഗോപാൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജിനാഥ്, HMC അംഗങ്ങൾ, ആശുപത്രി ജീവനക്കാർ, നഗരസഭാ കൌൺസിലർമാർ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. ലൈവ് വാർത്ത, പുനലൂർ. വിദ്യാലയങ്ങൾ വഴി റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധവുമായി ഗുണഭോക്താക്കൾ. പുനലൂരിലാണ് പരാതി വ്യാപകമാകുന്നത്.
നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് സർക്കാർ പുതിയ റേഷൻ കാർഡുകളുടെ വിതരണം ആരംഭിച്ചത്. ഗുണഭോക്താക്കളുടെ കരട് പട്ടിക പുറത്തിറങ്ങിയ നാൾ മുതലുള്ള പരാതിപ്രളയം പുതിയ റേഷൻ കാർഡ് വിതരണത്തോടെ അവസാനിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ എല്ലാം വൃഥാവിലായിരിക്കുകയാണ്. സപ്ലൈ ഓഫീസുകളിൽ നിന്നും റേഷൻ കടകൾ വഴിയാണ് മിക്കയിടത്തും കാർഡുകൾ വിതരണം ചെയ്യുന്നത്. ഇങ്ങനെ കാർഡുകൾ വിതരണം ചെയ്യണമെന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശവും. എന്നാൽ പുനലൂർ സപ്ലൈ ഓഫീസിന് കീഴിലുള്ള മിക്കയിടത്തും വിദ്യാലയങ്ങൾ വഴിയാണ് കാർഡുകളുടെ വിതരണം. വേണ്ട അറിയിപ്പുകളോ മാർഗനിർദ്ദേശങ്ങളോ സമയക്രമമോ പ്രത്യേക ക്യൂവോ ഒന്നുമില്ലാതെയുള്ള കാർഡ് വിതരണത്തിലാണ് ഗുണഭോക്താക്കളുടെ പ്രതിഷേധം. റേഷൻ കട വഴി കൊടുക്കാനാണെന്ന് പറഞ്ഞേക്കുന്നു. ഇവിടെ ഞാൻ രാവിലെ വന്നു, ഇപ്പോഴും ഇവിടെ എല്ലാം ക്യൂവാ. 2:30 വരെ 3 മണി വരെ. എന്റെ കൂടെ 2 ചേച്ചിമാരും ആൾക്കാരും എല്ലാം വന്നായിരുന്നു. അവരെല്ലാം വന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ ക്യൂ നിന്നേ വെച്ചിട്ട് തളർന്ന് രാവിലെ മുതൽ ഇതെല്ലാം നിന്ന് കഴിഞ്ഞാൽ വെച്ചിട്ട് ഇപ്പോഴാണ് കിട്ടിയെന്ന് പറയുന്നത്. കാരണം മറ്റേ അപേക്ഷ മേടിച്ചത് എത്ര മണിക്കാണ് കണ്ടത്, മറ്റു സാധനങ്ങളെല്ലാം കൂടെ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് മേടിച്ചിട്ട് ഇപ്പോഴാണ് പോയെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ അത് സംബന്ധിച്ചിട്ട് ആൾക്കാരോട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ റേഷൻ കട വഴി കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ സ്കൂളുമായിട്ട് ബന്ധമില്ലെന്നാണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ബാക്കി അറിയത്തില്ല. ബാക്കി ഇനി നിയമപരമായിട്ടെന്ന് തോന്നി വെച്ചാൽ ആൾക്കാരോട് ചോദിക്കണം, അവരോട് സംസാരിക്കണം. ഒരു ദിവസത്തെ ജോലി പോലും നഷ്ടപ്പെടുത്തിയാണ് പലരും സ്കൂളുകളിൽ കാർഡ് വാങ്ങാനെത്തിയത്. കുട്ടികളുമായി രാവിലെ 8 മണിക്കെത്തിയ പലരും തിരികെ പോയതാകട്ടെ 5 മണിക്ക് ശേഷവും. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കാർഡ് ലഭിക്കാതെ മടങ്ങേണ്ടി വന്നവരും നിരവധി. അതത് റേഷൻ കടകൾ വഴി കാർഡുകൾ വിതരണം ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്ന് ജനപ്രതിനിധികളും പറയുന്നു. റേഷൻ കട വഴി കാർഡ് വിതരണം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവരെന്താ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ ഭയങ്കര ചോദിച്ചില്ല കാര്യം. ഇവരോടൊന്നും ചോദിച്ചാൽ ഇവിടെ ഒന്നിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ആളുകളെല്ലാം കൂടെ വന്ന് ഭയങ്കര ബഹളമാണ്. എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ പുതിയ റേഷൻ കാർഡുകൾ കൈകളിലെത്തുമ്പോഴും ഗുണഭോക്താക്കൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന് മാത്രം അറുതിയില്ലെന്നാണ് അധികാരികളുടെ ഇത്തരം നടപടികളിലൂടെ മനസ്സിലാകുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. പാലരുവി ജലപാതത്തിൽ വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നു. അന്യസംസ്ഥാനക്കാരുൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി പാലരുവിയിലെത്തുന്നത്. കഴിഞ്ഞ ജനുവരി മുതൽ പാലരുവിയിൽ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കാലവർഷം ശക്തമായപ്പോൾ പാലരുവിയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ പാലരുവി വീണ്ടും സഞ്ചാരികൾക്കായി തുറന്നു നൽകി. അന്യസംസ്ഥാനക്കാരുൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ പാലരുവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്ക് പാലരുവിയിലേക്കുള്ള പ്രവേശനം. അതേസമയം സന്ദർശകരുടെ വാഹനങ്ങൾ പാലരുവിയിലേക്ക് കടത്തിവിടില്ല. പാലരുവിയിലേക്ക് വനസംരക്ഷണ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള 2 മിനി ബസുകളിൽ മാത്രമാണ് സഞ്ചാരികൾക്ക് പാലരുവിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. തെന്മല ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ ഉപയോഗിക്കാതെയിട്ടിരുന്ന 2 മിനി ബസുകളാണ് പാലരുവി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ആവശ്യത്തിനായി വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. മിനി ബസിന് സീസൺ സമയത്ത് 25,000 രൂപയും സീസൺ അല്ലാത്ത 6 മാസം 12,500 രൂപയുമാണ് ഇക്കോ ടൂറിസത്തിന് വാടക നൽകേണ്ടത്. ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനായി സഞ്ചാരികൾ 15 രൂപ വീതം നൽകണം. പാലരുവിയിലേക്കുള്ള പ്രവേശന ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻപ് 25 രൂപയായിരുന്നത് ഇപ്പോൾ 40 രൂപയായി വർദ്ധിപ്പിച്ചു. എന്നാൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴും പാലരുവിയിൽ ഇവർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടതായി ആരോപണം ഉയരുന്നുണ്ട്. സ്നാനഘട്ടത്തിലെ അപകടകരമായ കുഴികൾ നികത്തിയിട്ടില്ല. തകർച്ചയിലായ കൈവരികളും പടവുകളും അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുമില്ല. സഞ്ചാരികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനോ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോ മതിയായ സൗകര്യവും ഇവിടെ അധികൃതർ ഒരുക്കിയിട്ടില്ല. ടിക്കറ്റ് കൌണ്ടറിനടുത്ത് ഒരു കഫ്തീരിയയും ചെറിയ ഹാളും മാത്രമാണ് പുതുതായി ഒരുക്കിയിരിക്കുന്നത്. ലൈവ് വാർത്ത, ആര്യങ്കാവ്. പുനലൂർ മാർക്കറ്റിൽ പുറമേ നിന്നുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി നഗരസഭ.
അനധികൃതമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്ക് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പുനലൂർ നഗരസഭ ആവിഷ്കരിച്ചു വരുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് നഗരസഭയിലെ പുതിയ തീരുമാനം. തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുനലൂർ മാർക്കറ്റിനുള്ളിൽ പുറമേ നിന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർ നിയമ നടപടികൾ നേരിടേണ്ടിയും പിഴയൊടുക്കേണ്ടിയും വരും. മാത്രമല്ല, നഗരസഭയുടെ നേതൃത്വത്തിൽ മാർക്കറ്റ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന അജൈവ മാലിന്യ കളക്ഷൻ സെന്ററിൽ ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരും പിഴ ഈടാക്കേണ്ടി വരും. ഇതിനായി മാർക്കറ്റിനുള്ളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനും നഗരസഭയിൽ തീരുമാനമായി. അനധികൃത മാലിന്യ നിക്ഷേപം തടയുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രവൃത്തികളെന്ന് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ പറഞ്ഞു. ലൈവ് വാർത്ത, പുനലൂർ. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി CPM പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോമളംകുന്ന് വാർഡിൽ മഴക്കുഴികൾ നിർമ്മിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു മഴക്കുഴി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതാണ്ട് 2 ലക്ഷം മഴക്കുഴി നിർമ്മിക്കാനാണ് ഈ വർഷം നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്ന പശ്ചാത്തലത്തിലാണ് നമ്മുടെ കിണറുകളിൽ, നമ്മുടെ തോടുകളിൽ, നമ്മുടെ ജലസ്രോതസ്സുകളിലൊന്നും ആവശ്യമായ വെള്ളം ലഭിക്കാത്തത് നമുക്കറിയാം. ഭൂമിയുടെ ഉള്ളറകളിലെ ജലശേഖരം താഴുന്നത് തടയാൻ മഴക്കുഴി നിർമ്മാണമല്ലാതെ മറ്റു മാർഗമില്ല. അപ്പോൾ ഈ നിലയിൽ നമ്മുടെ ജില്ലയിലാകെയും പുനലൂർ ഏരിയയിൽ നടക്കുന്ന മഴക്കുഴി നിർമ്മാണം, അതുപോലെ തന്നെ വൃക്ഷത്തൈ നടി, ഈ വർഷം നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന നൂതനമായൊരു പരിപാടി ഹരിത റോഡുകൾ. എല്ലാ പാർട്ടി കമ്മിറ്റികളുടെയും പ്രദേശ റോഡുകളെ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ച് ഹരിതാപമാനമാക്കാനുള്ള ഹരിത റോഡ് പദ്ധതികളും ഈ വർഷം നമ്മൾ പുതുതായി ഏറ്റെടുക്കുകയാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം MA രാജഗോപാൽ അധ്യക്ഷനായ ചടങ്ങിൽ CPM ഏരിയ സെക്രട്ടറി S ബിജു സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം ടൈറ്റസ് സെബാസ്റ്റ്യൻ, ടൈറ്റസ് ലൂക്കോസ്, നന്ദകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി CPM നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി മഴക്കുഴി നിർമ്മാണം സജീവമായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മഴക്കുഴി നിർമ്മിക്കുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ ശ്രീ സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയം സമർപ്പണം ശനിയാഴ്ച നടന്നു. സമാപന സമ്മേളനം സത്യസായി സേവാ സമിതി ജില്ലാ പ്രസിഡന്റ് KG രാജീവൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ സത്യസായി സേവാ സമിതിയുടെയും ആറ്റിങ്ങൽ വീരകേരളപുരം ഭക്തജന സമിതിയിലെ ലാസ്യകുമാരി ടീച്ചറിന്റെയും നേതൃത്വത്തിലാണ് 2016 ഫെബ്രുവരി 6 മുതൽ പുനലൂരിൽ നാരായണീയം പഠന ക്ലാസ് ആരംഭിച്ചത്. പഠനം പൂർത്തീകരിച്ച പഠിതാക്കളുടെ നാരായണീയ സമർപ്പണം ശനിയാഴ്ച രാവിലെ 7:30 മുതൽ പുനലൂർ സ്വയംവര ഹാളിൽ നടന്നു. പ്രമുഖ ഭാഗവതാചാര്യൻ ഗുരുവായൂർ പ്രഭാകർജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം സത്യസായി സേവാ സംഘടന കൊല്ലം ജില്ലാ പ്രസിഡന്റ് KG രാജീവൻ ഉദ്ഘാടനം ചെയ്തു. സത്യസായി സേവാ സമിതി കൺവീനർ MS ജയചന്ദ്രൻ അധ്യക്ഷനായി. ശ്രീ സത്യസായി സേവാ സംഘടന കേരള സ്റ്റേറ്റ് യൂത്ത് കോർഡിനേറ്റർ ഹരികൃഷ്ണൻ K, അശോക് B വിക്രമൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പഠിതാക്കൾ ചേർന്ന് ലാസ്യകുമാരി ടീച്ചറിനെ ആദരിക്കുകയും ചെയ്തു. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ സമിതി ഹാളിൽ വേദപഠന ക്ലാസ് നടന്നുവരുന്നുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ. SNDP ആനപ്പെട്ട കോങ്കൽ C കേശവൻ മെമ്മോറിയൽ 256 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ യുവസംഗമവും സെമിനാറും പഠന ക്ലാസും സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ആനപ്പെട്ട കോങ്കൽ ശാഖാ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ക്യാഷ് അവാർഡ് വിതരണം ചെയ്യും. എല്ലാ തരത്തിലുമുള്ള വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. സമൂഹ പ്രാർത്ഥന, വനിതാ സംഘം, മൈക്രോ ഫിനാൻസ് സംയുക്ത യോഗം, നറുക്കെടുപ്പ് എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. എല്ലാ ശാഖാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ശാഖാ പ്രസിഡന്റ് GV ശ്രീകുമാർ, സെക്രട്ടറി C അശോകൻ, സെക്രട്ടറി V അശോകൻ എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തീപിടുത്തം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകൾ കത്തിനശിച്ചു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ വർഷത്തെ എക്സലൻസി അവാർഡും പുനലൂർ താലൂക്ക് ആശുപത്രിക്ക്. അംഗീകാരം താലൂക്ക് ആശുപത്രിയെ തേടിയെത്തുന്നത് തുടർച്ചയായി 4ാം തവണ. പുനലൂർ മാർക്കറ്റിൽ പുറമേ നിന്നുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി നഗരസഭ. മാലിന്യ നിക്ഷേപകർക്ക് നിയമ നടപടിയും പിഴയും നേരിടേണ്ടി വരും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക.
BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG, ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്.